നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോട് കോർപ്പറേഷനിലെ 27ാം ഡിവിഷനായ പുതിയറയിലെ LDF സ്ഥാനാർത്ഥി സി രേഖയ്ക്കൊപ്പമാണ്. രേഖയെക്കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ ഒരു കായിക താരമാണ്, ഹോക്കിയിലെ ദേശീയ താരം. അതേപോലെ തന്നെ കഴിഞ്ഞ തവണ എരഞ്ഞിപ്പാലം വാർഡിലെ കൗൺസിലറായിരുന്നു. കോഴിക്കോട് കോർപ്പറേഷനിലെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആണ്. അങ്ങനെ ഒരു പ്രമുഖ വ്യക്തി തന്നെയാണ്. അപ്പം ഇത്തവണ ഈ വാർഡ് തിരിച്ചു പിടിക്കാൻ വേണ്ടി LDF ഇറക്കിയിരിക്കുന്നത് സി രേഖയാണ്. വലിയൊരു ഉത്തരവാദിത്തമാണല്ലോ അല്ലേ? തീർച്ചയായിട്ടും വലിയൊരു ഉത്തരവാദിത്തത്തിലാണ്. പ്രത്യേകിച്ച് കോഴിക്കോട് നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർഡ് തന്നെയാണ് പുതിയറ എന്നുള്ളത്. നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് പ്രശസ്തരായിട്ടുള്ള വ്യക്തികൾ, പ്രമുഖരായിട്ടുള്ള ഒരുപാട് മഹത്വ വ്യക്തികൾ, പ്രത്യേകിച്ച് SK പൊറ്റക്കാട് പോലെയുള്ള ഏറ്റവും മഹത്തരമായ വ്യക്തികളുടെ കൂടെ അവരുടെ വാർഡ് പിടിച്ചെടുക്കുക എന്ന് പറയുന്നത് ചെറിയ ദൗത്യമല്ല, വലിയ ദൗത്യം തന്നെയാണ്. അത് പ്രത്യേകിച്ച് പാർട്ടി എന്നെ ഏൽപ്പിച്ച ഈ ഉത്തരവാദിത്തം. പുതിയറ നോക്കുകയാണെങ്കിൽ മാറി മാറിക്കൊണ്ടിരിക്കും. അതായത് ഓരോ തവണ ഓരോ ആളുകളാണ് വരുന്നത്. കഴിഞ്ഞ തവണ BJP ആയിരുന്നു, അതിൻ്റെ മുന്നേ CPM ആയിരുന്നു. അപ്പം ഇങ്ങനെ മാറി മാറിക്കൊണ്ടിരിക്കുമ്പം അതൊരു വെല്ലുവിളിയല്ലേ എങ്ങനെ തിരിച്ചു പിടിക്കുക എന്നുള്ളത്? തീർച്ചയായിട്ടും അത് നമുക്കറിയാലോ. ഇപ്പം നിലവിൽ വരുന്ന വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക, ജനങ്ങളുടെ ക്ഷേമകാര്യ പ്രവർത്തനങ്ങളും എല്ലാം വിലയിരുത്തിക്കൊണ്ടാണ് ജനങ്ങൾ ഓരോ ജനപ്രതിനിധികളെ എല്ലാ വർഷവും തിരഞ്ഞെടുക്കുന്നത്. ഓരോ വർഷം ഓരോ ജനപ്രതിനിധികൾ. അപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ വർഷം എന്ത് പ്രവർത്തനമാണ് എന്നുള്ളത് ഇരിക്കുന്ന ജനങ്ങൾ തന്നെയാണ് വിലയിരുത്തേണ്ടത്. അപ്പം വരും വർഷങ്ങളിൽ മെച്ചപ്പെട്ട രീതിയിലേക്ക് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നിലവിൽ നമ്മുടെ നഗരത്തിലുള്ള പ്രധാനപ്പെട്ട വാർഡെന്ന നിലയിൽ പുതിയറയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തെടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനു വേണ്ടി ഒരു മുൻകൈ എടുത്തുകൊണ്ടാണ് ഞങ്ങളൊരു ടീം വർക്കായിട്ട് മുന്നോട്ടേക്ക് പോകുന്നത്. ഈ പുതിയറ BJP-യിൽ നിന്നും തിരിച്ചു പിടിക്കാൻ എന്തൊക്കെ വികസന പദ്ധതികൾ, അല്ലെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് പുതിയറയിൽ കൊണ്ടുവരാൻ വേണ്ടി LDF ഉദ്ദേശിക്കുന്നത്? കോഴിക്കോട് നഗരത്തിൽ, അതായത് നമുക്കറിയാം ഇപ്പോൾ നല്ലൊരു ആരോഗ്യ കേന്ദ്രം, പ്രത്യേകിച്ച് ജനങ്ങളുടെ ആരോഗ്യ പ്രവർത്തനങ്ങളിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന നഗരസഭയാണ് കോഴിക്കോട് നഗരസഭ എന്നുള്ളത്. ഒരു ആരോഗ്യ കേന്ദ്രം വേണമെന്നുള്ളതും അതിനോടൊപ്പം ഞാൻ ഇവിടെ 2-3 ദിവസമായി സ്ക്വാഡ് പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഒരുപാട് സ്ഥലങ്ങളിൽ, അതായത് ഒരുപാട് വീടുകളിൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന വയോജനങ്ങളുണ്ട്. അപ്പോൾ അച്ഛനും അമ്മയും മാത്രമുള്ള മക്കൾ ഗൾഫിലോ അല്ലെങ്കിൽ വിദേശത്തൊക്കെ ആയിട്ടുള്ള ഒരുപാട് അമ്മമാരും അച്ഛന്മാരും. ഞാൻ ജനപ്രതിനിധിയായി നിൽക്കുന്ന എൻ്റെ വാർഡിൽ നല്ലൊരു പകൽ വീട് പ്രവർത്തിച്ചു വരുന്നുണ്ട്. എനിക്ക് ഇവിടെയും ആ ഒരു പകൽ വീട് എന്ന ഒരു സ്വപ്നം വരും കൗൺസിലറായി വരുവാണെങ്കിൽ തീർച്ചയായിട്ടും കൊണ്ടുവരണം എന്നുള്ള ഒരു ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ്. മുമ്പ് വാർഡ് കൗൺസിലറായിരുന്നു, അതേപോലെ തന്നെ ഈ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിരുന്നു. ആ ഒരു കാര്യങ്ങളെല്ലാം നമുക്ക് കൂടുതൽ ആളുകൾക്ക് അറിയാം രേഖയെ. അത് വലിയൊരു എന്താ പറയുക, അതൊരു അനുകൂലമാവുന്നുണ്ടോ ഈ ഒരു പ്രചരണത്തിൽ? പുതിയറ വാർഡിൽ 2 ഗവൺമെൻറ് വിദ്യാലയങ്ങൾ പ്രവർത്തിച്ചു വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഇവിടെയുള്ള സഹപ്രവർത്തകരൊക്കെ തന്നെ ഞാൻ ഇവിടുത്തെ മറ്റ് പരിപാടികളിലൊക്കെ പങ്കെടുക്കുമ്പോൾ നല്ലൊരു പോസിറ്റീവ് ഫീൽ തന്നെയാണ് ഇവിടേക്ക് വരുമ്പോൾ. പ്രത്യേകിച്ച് നമ്മൾ പറയഞ്ചേരി സ്കൂൾ എന്ന് പറയുന്നത് അത് മിക്സഡ് സ്കൂളാക്കി മാറ്റി SKയുടെ നാമകരണം ചെയ്തുകൊണ്ട് നമ്മളെ സ്കൂളിനെ മെച്ചപ്പെട്ട രീതിയിലേക്ക് മാറ്റാൻ വേണ്ടി പോവുകയാണ്. ഒരുപാട് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നമുക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് ഇപ്പം MLA ഫണ്ട് ആയിക്കോട്ടെ, കോഴിക്കോട് നഗരസഭയുടെ ഫണ്ട് ആയിക്കോട്ടെ, എല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് നല്ലൊരു മെച്ചപ്പെട്ട രീതിയിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസ മേഖല നല്ല രീതിയിൽ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുമാതിരി നമുക്കറിയാം കേരളത്തിൽ തന്നെ ഏറ്റവും മാതൃകയുള്ള റോബോട്ടിക് സംവിധാനങ്ങൾ ഇപ്പോൾ പറയഞ്ചേരി ഗേൾസ് സ്കൂളിൽ നിലവിൽ വന്നിട്ടുണ്ട്. ആ സ്കൂളിൻ്റെ മൊത്തത്തിലുള്ളൊരു ഔട്ട്ലുക്ക് നമുക്കെല്ലാവർക്കും അറിയാൻ സാധ്യമാകും. അപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ നമ്മൾ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിൽ അതിൻ്റെ പ്രവർത്തനമായി സ്റ്റാൻഡിംഗ് കമ്മിറ്റി നഗരസഭ ഒറ്റക്കെട്ടായിക്കൊണ്ട് സർക്കാരിനോടൊപ്പം നിന്നുകൊണ്ട് കേരള സംസ്ഥാന സർക്കാരിൻ്റെയും ഒരുപാട് വികസന പദ്ധതികൾ നമുക്ക് ഇതിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഏറെ അഭിമാനകരമാണ്. അതുപോലെ കേരള സംസ്ഥാന സർക്കാരിൻ്റെ, അതായത് MLA ഫണ്ടും കോഴിക്കോട് നഗരസഭയുടെ ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾ SK സാംസ്കാരിക നിലയത്തിൽ നല്ലൊരു വയോജനങ്ങൾക്കൊക്കെ തന്നെ ഫ്രണ്ട്ലി ആയിക്കൊണ്ട് ഇപ്പം നല്ലൊരു ലിഫ്റ്റ് നമ്മളവിടെ നിർമ്മിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പം കോഴിക്കോട് നഗരസഭ പ്രത്യേകിച്ച് കോഴിക്കോട് സാഹിത്യ നഗരമാക്കി മാറുമ്പോൾ ഇത്തരത്തിലുള്ള പ്രധാന കേന്ദ്രങ്ങളിൽ ശ്രദ്ധ കൊടുത്തുകൊണ്ട് അവർക്ക് ലൈബ്രറിയിലേക്ക് ആവശ്യമായുള്ള ഫർണിച്ചറുകൾ തുടങ്ങി ഒട്ടേറെ വികസന പ്രവർത്തനങ്ങളാണ് കോഴിക്കോട് നഗരസഭ കഴിഞ്ഞ വർഷങ്ങളായി നടത്തി വരുന്നത്. ആ വികസന തുടർച്ച വേണം എന്നുള്ളതും പ്രത്യേകിച്ച് ഈ വാർഡിനെ സംബന്ധിച്ചിടത്തോളം പ്രാദേശികമായി നമുക്കറിയാം ഒരു പാർപ്പിടവും കുടിവെള്ളവും വെളിച്ചവുമാണ് മനുഷ്യൻ്റെ ഏറ്റവും പ്രാദേശികമായിട്ട് ആവശ്യമുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത് കുടിവെള്ള പ്രശ്നം നിലവിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ വാർഡുകളിലും പൂർണ്ണമായിട്ടും കുടിവെള്ളം എത്തിക്കുക എന്നുള്ളത് കോഴിക്കോട് നഗരസഭയുടെ ഏറ്റവും വലിയ ദൗത്യമാണ്. കഴിഞ്ഞ വർഷം ഒരുപാട് പദ്ധതികൾ
ഒരുപാട് ഫണ്ടുകൾ നിയോഗിച്ചുകൊണ്ട് വാർഡിലെല്ലാവർക്കും കുടിവെള്ളം എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. എൻ്റെ വാർഡിലൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത് 500-ലും അധികം ആളുകൾ കുടിവെള്ളം എത്തിച്ചിട്ടുണ്ട്. ഇവിടെ കുറച്ച് ആളുകൾക്കൊന്നും എത്തിയിട്ടില്ല എന്നുള്ള ചെറിയ ചെറിയ പരാതികൾ ഇവിടെ സുലഭമായി കേൾക്കുന്നുണ്ട്. അപ്പോൾ അത് പരിഹരിക്കാനും നമുക്കറിയാം, പ്രാദേശികമായുള്ള കാര്യങ്ങൾ പോലും ജനങ്ങളിലേക്ക് എത്തിക്കാൻ ആവശ്യമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് വരിക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഞാൻ ധൈര്യത്തോടു കൂടി ഈ വാർഡിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇത്തവണ LDF പുതിയ വാർഡ് പിടിക്കുന്നത് ആത്മവിശ്വാസത്തിലാണ്. തീർച്ചയായിട്ടും അത് ഇവിടുത്തെ ജനങ്ങളാണ് തിരഞ്ഞെടുക്കേണ്ടത്, അവരുടെ ചോയ്സാണ്. അപ്പം എൻ്റെ വിശ്വാസം പൂർണ്ണമായിട്ടും കഴിഞ്ഞ വർഷത്തെ ആ ഒരു പ്രവർത്തനം നോക്കുമ്പോൾ നമുക്ക് പോസിറ്റീവ് ഫീൽ തന്നെയാണ്. ആ ഒരു പോസിറ്റീവ് ഫീൽ ജനപ്രതിനിധിയായിട്ട് വരുമെന്നുള്ള വിശ്വാസത്തോടു കൂടി തന്നെയാണ് നമ്മളൊരു ടീമായി മുന്നോട്ടേക്ക് പോകുന്നത്. ഇത്തവണയും കൗൺസിലർ ആകുമെന്ന് ഉറച്ച വിശ്വാസം തന്നെയാണ് രേഖയുള്ളത്. ക്യാമറാമാൻ അമൃത് തെൽപ്പറ്റയ്ക്കൊപ്പം വർഷ ഗിരീഷ്, അമൃത ന്യൂസ്, കോഴിക്കോട്.